ഹാൽ എൽറോഡിൻ്റെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് മിറക്കിൾ മോർണിംഗ്. ഈ ബുക്കിൽ 6 പ്രാക്ടീസസിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ മോർണിംഗ് റൂട്ടീൻ എങ്ങനെ കുറച്ചും കൂടെ പ്രൊഡക്റ്റീവായിട്ടും നല്ല രീതിയിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു 6 പ്രാക്ടീസസ് ആണ് ഇത്. ഈ 6 പ്രാക്ടീസസിനെ കളക്റ്റീവ്ലി പറയുന്ന പേരാണ് ലൈഫ് സേവേഴ്സ് അഥവാ സേവേഴ്സ് റൂട്ടീൻ. Hi guys, this is Manna and today we are going to talk about the life savers or the savers routine. So, the first practice is S for silence. സൈലൻസ് എന്ന് വെച്ചാൽ നിശബ്ദത. എൻ്റെ കറക്റ്റ് മലയാളം പറയുകയാണെങ്കിൽ നിശബ്ദത. ഈ സൈലൻസിനെ കുറിച്ച് ഈ ഓഥർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എണ്ണീക്കുമ്പോൾ തന്നെ ഒരു 5 to 10 minutes നമ്മൾ സൈലൻസി അല്ലെങ്കിൽ സോളിറ്റ്യൂഡിൽ സ്പെൻഡ് ചെയ്യണം. വിച്ച് മീൻസ് നമ്മൾ ഈ ഒരു ബിസി റൊട്ടീൻ്റെ ഇടയിൽ നമുക്ക് സൈലൻസ് ആയിട്ട് കുറച്ച് നമ്മുടെ തോട്ട്സും നമ്മുടെ ആ ഒരു പീസ്ഫുൾ അന്തരീക്ഷത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരിക്കാൻ പറ്റിയൊരു പ്രാക്ടീസാണ് ഈ സൈലൻസ്. ഈ സൈലൻസ് നമുക്ക് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ നമ്മൾക്ക് പ്രേ. One is prayer, one method is prayer. The second method is meditation. മെഡിറ്റേഷൻ നമുക്ക് വേണമെങ്കിൽ ഒരു 5 minutes ചെയ്യാം, അല്ലെങ്കിൽ 10 minutes ചെയ്യാം, അല്ലെങ്കിൽ 1 minute, അല്ലെങ്കിൽ 3 minutes. എത്ര നേരം വേണോ നിങ്ങൾക്ക് അത്രയും മോർണിംഗ് റൂട്ടീൻ നിങ്ങൾക്ക് അത്രയും നേരം നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. ഇപ്പം എത്ര ടൈം ലിമിറ്റിനായാലും അതിന് എല്ലാത്തിനും യൂട്യൂബിൽ അല്ലെങ്കിൽ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലായാലും അതിൻ്റെ ഗൈഡഡ് മെഡിറ്റേഷൻ ഗൈഡഡ് മെഡിറ്റേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഗൈഡഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അതിനുള്ള കൺട്രോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടും ചെയ്യാവുന്നതാണ്. ദ സെക്കൻഡ് പ്രാക്ടീസ് ഇസ് എ ഫോർ അഫർമേഷൻസ്. അഫർമേഷൻസ് ഞാൻ എൻ്റെ മിക്ക വീഡിയോയിലും പറഞ്ഞിട്ടുള്ള സംഭവമാണ്. അഫർമേഷൻസ് എന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു സംഭവം ആകണം, അല്ലെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിൽ ആസ്പയർ ചെയ്യുന്നൊരു സംഭവം നമ്മൾ പ്രസൻറ്റിൽ ആണ്, പ്രസൻറ്റ് ടെൻസിൽ എന്ന രീതിയിൽ നമ്മൾ പറയുന്നതിന് ആണ് ആഫർമേഷൻസ് എന്ന് പറയുന്നത്. ആഫർമേഷൻസ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഐ ആം റിച്ച്, ഐ ആം സക്സസ്ഫുൾ, ഐ ആം കോൺഫിഡൻറ്റ്, ഇങ്ങനെ നമുക്ക് ആവാൻ ആഗ്രഹമുള്ള സംഭവം നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ പറയുമ്പോൾ നമ്മൾ അത് നമ്മുടെ യൂണിവേഴ്സ് തന്നെ നമ്മൾക്ക് ആ ഒരു ആഗ്രഹം നടക്കാൻ വേണ്ടി നമ്മുടെ കൂടെ നിൽക്കും എന്നതാണ് ദി ആൽക്കെമിസ്റ്റ് എന്ന ബുക്കിൽ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അഫർമേഷൻസ് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നമ്മൾക്ക് സെൽഫ് ബിലീഫിന് സെൽഫ് ഡിസിപ്ലിന് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് ഈ അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യാന്ന് വെച്ചാൽ. അഫർമേഷൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കണ്ണാടി നോക്കി ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ബുക്കിൽ എഴുതി വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജേർണലിംഗ് ചെയ്യാം. അങ്ങനെയൊക്കെ പല രീതിയിൽ നിങ്ങൾക്ക് അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. The third practice is V for visualization. വിഷ്വലൈസേഷനും അഫർമേഷൻസും ഏകദേശം സെയിം വേവ് ലെങ്തിൽ നിൽക്കുന്നതാണ്. വിഷ്വലൈസേഷൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫ്, നിങ്ങളുടെ ഫ്യൂച്ചർ സക്സസ്ഫുൾ ലൈഫ് നിങ്ങൾക്ക് കണ്ണടച്ച് നിങ്ങൾ അതിനെ വീണ്ടും അതൊരു മൂവി എന്ന രീതിയിൽ നമ്മുടെ മനസ്സിൽ വീണ്ടും റീപ്ലേ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും അത് ഒരു മൂവി പോലെ നമ്മൾ കാണുക. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. വിഷൻ ബോർഡ് എന്ന് വെച്ചാൽ നമുക്കൊരു ബോർഡ്, അത് ഒന്നെങ്കിൽ നമുക്ക് ഡിജിറ്റൽ ആവാം, അല്ലെങ്കിൽ നമുക്ക് ശരിക്കുള്ള ബോർഡായിട്ട് ചെയ്യാം. ഈ വിഷൻ ബോർഡ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഫോട്ടോസ് പ്രിന്റ് എടുത്തിട്ട് നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ, ഇപ്പം നിങ്ങൾക്ക് റിച്ച് ആവണമെങ്കിൽ കുറച്ച് പൈസയുടെ ഫോട്ടോസ്, ഞാനൊരു വിഷൻ ബോർഡിന്റെ എക്സാമ്പിൾ ഈ സൈഡ് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ വിഷൻ ബോർഡ് നമുക്ക് ഇപ്പം എല്ലാ ദിവസവും കാണുമ്പോൾ, അല്ലെങ്കിൽ വിഷൻ ബോർഡ് അല്ലെങ്കിൽ വിഷ്വലൈസ് നമ്മൾ ചെയ്യണം. നമ്മുടെ മനസ്സിൽ തന്നെ കണ്ണടച്ച് ഇങ്ങനെ ഒരു മൂവി കാണുന്ന രീതി നമ്മളുടെ ഫ്യൂച്ചർ ലൈഫ് നമ്മൾ കാണുമ്പോൾ അത് കുറച്ചും കൂടി നമ്മുടെ മനസ്സിനെ ആ ഒരു റിയാലിറ്റിയിലോട്ട് കുറച്ചും കൂടെ ജോയിൻ ചെയ്യാൻ സാധിക്കും. ദ നെക്സ്റ്റ് പ്രാക്ടീസ് ഇസ് ഇ ഫോർ എക്സസൈസ്. എക്സസൈസ് ആ പേര് തന്നെ ഉണ്ട്, വ്യായാമം അല്ലെങ്കിൽ ഡെയിലി മൂവ്മെന്റ് ഓഫ് ദ ബോഡി. നമുക്ക് എക്സസൈസ് ചെയ്യാം. എക്സസൈസ് നിങ്ങൾക്ക് വേണമെങ്കിൽ എറോബിക്സ് ചെയ്യാം, യോഗ ചെയ്യാം, ഡാൻസിങ് ചെയ്യാം, സൂംബ ചെയ്യാം, അല്ലെങ്കിൽ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യാം. അങ്ങനെ ഏത് വർക്ക്ഔട്ട് ആയാലും എക്സസൈസിന്റെ രീതി പെടുന്നതാണ്. അല്ലെങ്കിൽ എക്സസൈസ് എന്ന് പറയുന്നില്ലെങ്കിൽ ജസ്റ്റ് മൂവിങ് ദ ബോഡി. ദ നെക്സ്റ്റ് പ്രാക്ടീസസ് ആർ ഫോർ റീഡിങ്. ആ റീഡിങ് നിങ്ങൾക്ക്
ചിലർ ചിലപ്പം പേപ്പർ വായിക്കായിരിക്കും, അതും ഉൾപ്പെടുത്താം. പക്ഷെ ഈ ഓദർ, ഈ ഹാൽ എൽറോഡിന്റെ പെർസ്പെക്റ്റീവ് അനുസരിച്ച് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബുക്സ് വായിക്കുക, അല്ലെങ്കിൽ ബുക്സ് അല്ലെങ്കിൽ ഒരു നല്ലൊരു ഹാബിറ്റ് ആണ്. ഒന്നെങ്കിൽ ഫിക്ഷനോ നോൺ ഫിക്ഷനോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, അല്ലെങ്കിൽ ഓട്ടോബയോഗ്രഫീസ് വായിക്കാം, ബയോഗ്രഫീസ്, നോവൽസ്, അല്ലെങ്കിൽ ജസ്റ്റ് ജനറൽ സ്റ്റോറീസ് വായിക്കാം. എന്തായാലും ജസ്റ്റ് 10 pages or 5 pages, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും നേരം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള അത്ര പേജസോ ഇഷ്ടമുള്ള ഏത് സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അത് നമ്മുടെ മൈൻഡിനെ കുറച്ചും കൂടെ ആ ഡേയിലോട്ട്, ആ ദിവസത്തിലോട്ട് എൻജർ ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടെ ഫ്രഷ് ആക്കി വെക്കുകയാണ് റീഡിങ് ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ദ ലാസ്റ്റ് എസ് സ്റ്റാൻഡ്സ് ഫോർ സ്ക്രൈബിങ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജേർണലിംഗ്, റൈറ്റിംഗ് എന്നൊക്കെ പറയാം. എന്ന് വെച്ചാൽ നിങ്ങളുടെ തോട്ട്സ്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ഒരു പേജ്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബുക്കിൽ ഒരു പേജ് എഴുതി ഒരു പേപ്പറിൽ എഴുതി വെക്കുകയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അന്നത്തെ ദിവസത്തെ, കഴിഞ്ഞ ദിവസത്തെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഈ സ്ക്രൈബിന്റെ ഭാഗമായിട്ട് ഒരു ചെറിയൊരു ബുക്കിലോ ഒരു പേപ്പറിലോ എഴുതാവുന്നത്. ഇതും നമ്മുടെ മൈൻഡിനെ കുറച്ചും കൂടെ ഫ്രീ ആക്കി ആ ഡേ നമുക്ക് നന്നായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി ഈ ഒരു 6 പ്രാക്ടീസസിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ എയിം എന്താന്ന് വെച്ചാൽ നമ്മൾക്ക് ആ ഡേയിലോട്ട് കുറച്ചും കൂടെ ക്ലിയർ പെർസ്പെക്റ്റീവ് ആയിട്ട്, നല്ലൊരു ക്ലിയർ പെർസ്പെക്റ്റീവോടെ എൻ്റർ ചെയ്യാൻ വേണ്ടിയാണ് മെയിനായിട്ടും ഈ ഒരു 6 പ്രാക്ടീസസ് ഹെൽപ്പ് ചെയ്യുന്നത്. Hope you like this video. For more informative videos, like, share and subscribe to my channel. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസിൽ കാണാം. ബൈ ബൈ.